നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞങ്ങൾ അതിജീവിതമാർക്ക് വേണ്ടി പോരാടുന്നവർ എന്ന ടാഗ് ലൈനുമായിട്ട് ഇറങ്ങിയ ചേച്ചിമാരൊക്കെ എവിടെയാണ്? അല്ല, രണ്ട് അതിജീവിതമാർക്ക് പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിൽക്കാൻ പോരാളികളെ ആവശ്യമായി വന്നിട്ട് എവിടെയും നോക്കിയിട്ട് കാണുന്നില്ല. ഹണി ഭാസ്കറും റിനിയും ഷഹനാസും മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയും ഒക്കെ എവിടെയാണ്? എല്ലാവരും വായും പൂട്ടിക്കെട്ടി മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഏറ്റവും നെറികെട്ട ഒരു സംഭവം ഇന്ന് പുറത്തു വന്നിട്ട് ആർക്കും പ്രതികരിക്കാൻ നാവ് പൊങ്ങുന്നില്ല. മാധ്യമങ്ങൾ അന്തിച്ചർച്ചയൊന്നും നടത്താൻ സാധ്യതയില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടം എന്ന പെർവേർട്ടിനെ, സ്ത്രീപീഡകനെ, കാമപ്രാന്തനെ അങ്ങ് കുഴിച്ചു മൂടണം എന്ന് പറഞ്ഞിറങ്ങിയ ഇടതുപക്ഷത്തെ പെണ്ണുങ്ങൾക്കും അനക്കമില്ല. അവരുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു വലിയ സ്ത്രീ പക്ഷം അങ്ങോട്ട് കാണിച്ചിട്ട് എന്താണോ ഇവർക്കാർക്കും മിണ്ടാനില്ലാത്തത്? ഇവരുടെ സ്ത്രീപക്ഷം എന്താണ് എന്നുള്ളതിന്റെ തനിക്കൊണമാണ് ഇന്നിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. MV ഗോവിന്ദൻ ഇന്നൊരു വേദിയിൽ വെച്ചൊരു പ്രഖ്യാപനം അങ്ങ് നടത്തി. വേടന്റെ വിവാഹം അത് പരസ്യമായി അങ്ങ് പ്രഖ്യാപിച്ചത് MV ഗോവിന്ദനായിരുന്നു. വേടനെതിരെ 2 പേരാണ് കേസ് കൊടുത്തിരിക്കുന്നത്. 2 സ്ത്രീകൾ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് കേസ്. എന്നിട്ടും ഇതേ വേടനെ പിടിച്ചു നിർത്തി ഒരു വേദിയിൽ വെച്ച് അയാളുടെ വിവാഹം ഔദ്യോഗികമായി അങ്ങ് പ്രഖ്യാപിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത MV ഗോവിന്ദനോടൊക്കെ ഒന്നും പറയാനില്ല, നല്ല നമസ്കാരം. കാരണം നിങ്ങൾ ഇതേ മാതൃക പിന്തുടരണം. എന്നിട്ട് ആ വേദിയിൽ നിന്ന് വേടൻ ഒരു മാതൃകയാണ്, യുവത്വത്തിന് മാതൃകയാണ് എന്നൊക്കെ അങ്ങ് തള്ളി മറിക്കലായിരുന്നു. എന്നിട്ടും സ്ത്രീപക്ഷക്കാരെ ആരെയും കാണാനില്ല. രാഹുലിനെ കൊന്നു കുഴിച്ചു മൂടണം എന്ന് പറഞ്ഞ ആരെയും ഇപ്പോൾ ഈ വിഷയത്തിൽ വേടന്റെ കാര്യത്തിൽ വേടനെ അങ്ങ് കുഴിച്ചു മൂടണം എന്ന് പറഞ്ഞ് ആരും രംഗത്തേക്ക് വരുന്നില്ല. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഈ നിലപാടിനെ തിരുത്താൻ, ചോദ്യം ചെയ്യാൻ ഒരു സംഘാത്തികളെ കാണാനുമില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ മാത്രമാണ് അങ്ങ് കൊന്നു തിന്നേണ്ടത്. വേടനെ പോലെ ഉള്ളവർക്ക് എന്തുമാകാം, പെണ്ണുങ്ങളെ പീഡിപ്പിക്കാം, അതിനുള്ള ഒരു ലൈസൻസ് പാർട്ടി കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ഈ വിഷയത്തിൽ MV ഗോവിന്ദനും CPM-ന് നേരെ പുളിച്ച തെറിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിജീവിതമാർക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങിയ ചേച്ചിമാർക്കുമുണ്ട് പുളിച്ച തെറിവിളികൾ. അവളുമാർ എവിടെ എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിജീവിതമാർക്ക് വേണ്ടി അങ്ങ് പോരാടാൻ ഇറങ്ങിയവരാണല്ലോ, പക്ഷേ സെലക്റ്റീവ് അതിജീവിതമാരാണ്. അവർക്ക് വേണ്ടി മാത്രമേ ഈ ചേച്ചിമാർ പോരാടുകയുള്ളൂ. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതിജീവിതമാർക്ക് വേണ്ടി മാത്രമേ ചേച്ചിമാരുടെ നാവ് പൊന്തുകയുള്ളൂ എന്നൊക്കെ വലിയ പരിഹാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, CPM എന്ത് മാതൃകയാണ് കാണിച്ചത് എന്ന് വ്യക്തമാകുന്നില്ല. ഈ പറയുന്ന വേടനെതിരെയും ആരോപണങ്ങളുണ്ട്. അയാൾക്കെതിരെ 2 പെൺകുട്ടികൾ പരാതിപ്പെട്ടിട്ടുണ്ട്. ആ പരാതിപ്പെട്ട പെൺകുട്ടികൾ പറയുന്നുണ്ട്, വേടനെതിരെ പരാതിപ്പെട്ടതുകൊണ്ട് തങ്ങൾക്ക് നേരെ വലിയ സമ്മർദ്ദങ്ങളാണ് പല വഴിക്കൂടെ ഉണ്ടാകുന്നത് എന്ന്. ഇത് മാത്രമല്ല, വേടൻ അതിക്രൂരമായിട്ടാണ് തങ്ങളെ ലൈംഗികമായി ഉപയോഗിച്ചത് എന്ന് ആ പെൺകുട്ടികളുടെ മൊഴിയിലുണ്ട്. പക്ഷെ എന്നിട്ടും സ്ത്രീപക്ഷക്കാരായ CPM-കാർ വേടനൊപ്പമാണ് നിൽക്കുന്നത്. പക്ഷെ ഇടയ്ക്ക് പറയും ഞങ്ങൾ ഇരകൾക്കൊപ്പമാണ് എന്നുള്ളത്. അപ്പോൾ CPM-ന്റെ ഇര റാപ്പർ വേടനാണോ എന്നുള്ളതാണ് ചോദ്യം. വേടൻ തെറ്റുകാരനല്ല എന്ന് ഇവിടുത്തെ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല, ഉത്തരവിട്ടിട്ടില്ല. ഇപ്പോഴും അയാൾ ആരോപണ വിധേയൻ തന്നെയാണ്, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരാളെയാണ് ഇവർ വെള്ളപൂശി ഇവരുടെ ഒരു വേദിയിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. ഇതേ ആൾക്കാരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങ് കൊല്ലണമെന്ന് പറയുന്നത്. അല്ല, ഇതിലെ ഒരു ന്യായം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. വേടന്റെ വിവാഹത്തെ ഔദ്യോഗികമായി അങ്ങ് പ്രഖ്യാപിച്ച MV ഗോവിന്ദൻ വലിയ ചിരിയും വലിയ അഭിമാനത്തോടെയൊക്കെയാണ് വേടനെ അങ്ങ് ചേർത്ത് നിർത്തുന്നത്. യുവ എഴുത്തുകാരി നവമി ലതയാണ് വേടന്റെ വധു. ഇരുവരും ഏറെ നാളായി പ്രണയത്തിലാണ്. പൊതുവേദികളിൽ വേടനൊപ്പം നവമി എത്താറുമുണ്ട്. മോണോലോവ എന്നാണ് വേടൻ തൻ്റെ കാമുകിയെ വിശേഷിപ്പിച്ചത്. മോണലോവയെ കുറിച്ച് ഒരു ആൽബം അടക്കം വേടൻ പുറത്തിറക്കിയിരുന്നു. ഫെബ്രുവരി 24-ാം തീയതി തൃശ്ശൂരിൽ വെച്ചാണ് കല്യാണം നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ ദിനാഘോഷത്തിന്റെ ഭാഗമായി സർക്കാർ നടത്തുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ വെച്ചാണ് വേടൻ വിവാഹ വാർത്ത പങ്കുവച്ചത്. തളിപ്പറമ്പിൽ സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിൽ പാടാനെത്തിയ റാപ്പർ വേടന്റെ സാന്നിധ്യത്തിൽ സർപ്രൈസ് പൊട്ടിച്ചത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നല്ല മാതൃക. ഇത് മാത്രമല്ല, എല്ലാ മംഗളങ്ങളും വേടന് കൊടുക്കുകയും ചെയ്തു. ആശംസകൾ വാരിച്ചൊരിയുകയായിരുന്നു MV ഗോവിന്ദൻ. ഈ ജനസാഗരത്തെ സാക്ഷിയാക്കി ആശംസകൾ നേരുന്നതായി കണ്ണൂരുകാരുടെ ഗോവിന്ദൻ മാഷ് പ്രഖ്യാപിച്ചതോടെ വേടന്റെ മുഖത്തും നിറഞ്ഞ ചിരിയായിരുന്നു. MV ഗോവിന്ദന്റെ തള്ളിമറിക്കൽ നമുക്കൊന്ന് കേട്ടു നോക്കാം. തളിപ്പറമ്പിന്റെയും കണ്ണൂരിന്റെയും കേരളത്തിന്റെയും ആദരവ് അറിയിക്കുകയാണ്.
വരും തലമുറയെ ശരിയായ ദിശാബോധത്തിലൂടെ നയിക്കുമെന്ന പ്രതിജ്ഞയാണ് ഈ വേടന്റെ സംഗീതമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ചടങ്ങിൽ CPM സംസ്ഥാന അധ്യക്ഷൻ വേടനെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. വേടന്റെ വിവാഹ തീയതി പ്രഖ്യാപനം വൻ കരഘോഷത്തോടെയും ആർപ്പുവിളികളോടെയും ചുറ്റും തിങ്ങിക്കൂടിയ ജനം സ്വീകരിച്ചു. ഇതാണ് സംഭവം. ഇവിടെ വേടൻ അയാളുടെ പാട്ടിലൂടെ പറയുന്ന ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിന്മയ്ക്കെതിരെയൊക്കെ അയാൾ പ്രതികരിക്കുന്നത് അയാളുടെ പാട്ടുകളിലൂടെയാണ്. ആ ഒരു കാര്യത്തിൽ അയാളെ പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം അയാളുടെ ശബ്ദം ഇന്നത്തെ കാലത്തും അനിവാര്യം തന്നെയാണ്. പലതും നമ്മൾ തുടച്ചു നീക്കിയാണ് ഈ കേരളം ഇന്ന് കാണുന്ന കേരളമാക്കിയത്. പക്ഷെ ഇപ്പോഴും ജാതീയതയും മതസ്പർദ്ധയും ഒക്കെ ഇവിടെ ഒരു കരിനിഴലായി നിൽക്കുന്നുമുണ്ട്. അതിനെതിരെയൊക്കെ ഉറച്ച ശബ്ദം തന്നെയാണ് വേടൻ്റേത്. പക്ഷേ തൊട്ടിപ്പുറത്ത് അയാൾ കുറ്റാരോപിതനാണ്. അയാൾ തെറ്റുകാരനല്ല എന്ന് ഇവിടുത്തെ കോടതി വിധിക്കുന്നത് വരെ അയാൾ ആരോപണ വിധേയൻ തന്നെയാണ്. അയാളുടെ ഭാഗം ഇതുവരെ കോടതിയിൽ വ്യക്തമായി പറഞ്ഞിട്ട് പോലുമില്ല. ഇവിടെ CPMന്റെ ഇരട്ടത്താപ്പ് നിലപാടിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. വേടനെ ചേർത്ത് നിർത്തുകയും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ, അതായത് കോടതി മുൻകൂർ ജാമ്യം കൊടുത്തിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ വലിച്ചെറിയുകയും ചെയ്യുന്നതിലെ ആ ഒരു ഇരട്ടത്താപ്പാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായും വ്യക്തമാണ് രാഹുലിനെ രാഷ്ട്രീയമായിട്ട് വേട്ടയാടുകയാണ് എന്നുള്ളത്. CPMും ഭരണകൂടവും രാഹുലിനെ വേട്ടയാടുകയാണ്. അതാണ് ആ കാര്യത്തിൽ സംഭവിക്കുന്നത്. എന്തായാലും ഗോവിന്ദൻ മാഷിന്റെ ഇപ്പോഴത്തെ തള്ളിനെ വലിച്ചു തോട്ടിലെറിഞ്ഞുകൊണ്ട് അഞ്ജു പാർവതി പ്രവീഷ് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് നോക്കാം. രാഷ്ട്രീയം മാത്രമല്ല, ബ്രോക്കറിയും കവടി നിരത്തലും മുഹൂർത്തം കുറിക്കലും ഒക്കെ വഴങ്ങുമെന്ന് തെളിയിച്ച പാർട്ടി താത്വിക ആചാര്യന് എത്ര ലൈക്ക് ഗുയിസ്. ഇനി മുതൽ മുഹൂർത്തവും പൊരുത്തവും കെട്ടുമുറുക്കലും കെട്ടഴിക്കലും ഒക്കെ വിരൽ തുമ്പിൽ. 1/2 ഡസൻ പെണ്ണുങ്ങൾ കേസും 1/4 ഡസൻ ഗഞ്ച കേസും ഉള്ളവർക്ക് പ്രത്യേക പരിഗണന. K&D ബ്രോക്കറി പ്രൊപ്രൈറ്റർ ഗോവിന്ദ പണിക്കർ പാർട്ടി അനിക്സ്പ്രേ ആവുമ്പോൾ ആചാര്യന് കഞ്ഞികുടി മുട്ടരുതല്ലോ. ക്യാപ്സൂൾ മേക്കിംഗ് ആൻഡ് മെഴുകലിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ടിയാന് കൈയിട്ട് വാരൽ ഒന്നും നടന്നിട്ടില്ല. വയസ്സാം കാലത്ത് പൊറോട്ട അടിക്കാനും വയ്യ. ഇതാവുമ്പോൾ വലിയ പരിക്കില്ലാതെ കമ്മീഷൻ കിട്ടും. പിന്നെ കെട്ടുന്നോന്റെ ഒരാളുടെയും ഒക്കെ കാര്യം ഗോവിന്ദയായാലും നോ ഛേദം. ഇതായിരുന്നു അഞ്ജു പാർവതി പ്രവീഷ് MV ഗോവിന്ദൻ ഇട്ടുകൊടുത്ത കൊട്ട്. അതായത് ബ്രോക്കർ പണി ഏറ്റെടുത്തിരിക്കുകയാണ് MV ഗോവിന്ദൻ എന്ന്. ഇനി ആരുടെയൊക്കെ കല്യാണം നടത്താനാണോ ഗോവിന്ദൻ വരുന്നത് എന്നുള്ള കാര്യം അറിയില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ പാർട്ടിയിൽ ഡസൻ കണക്കിന് ഈ പറയുന്ന പെണ്ണുകേസിൽപ്പെട്ട നേതാക്കന്മാരുണ്ടല്ലോ, അവരെയൊക്കെ വീണ്ടും ഗോവിന്ദൻ കെട്ടിക്കുമായിരിക്കും. എന്തായാലും അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ആ വേദിയിൽ വെച്ച് MV ഗോവിന്ദൻ തന്നെ വേടന്റെ വിവാഹം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ ആ ഒരു സന്തോഷത്തിലും അർമാദത്തിലുമൊക്കെയാണ് വേടൻ ഉള്ളത്. വേടൻ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് മറുപടിയും കൊടുത്തിരുന്നു. മാഷ് പറഞ്ഞതുപോലെ 24-ാം തീയതി ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോകുകയാണ്. എൻ്റെ കല്യാണമാണ് എന്നാണ് വേടൻ പറഞ്ഞത്. ഹിരൺദാസ് മുരളി എന്ന വേടൻ 2020 പുറത്തിറങ്ങിയ വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്ന പാട്ടിലൂടെയാണ് ശ്രദ്ധേയനാകുന്നത്. സമൂഹത്തിൽ ദളിതരടക്കമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ നേരിടുന്ന അടിച്ചമർത്തലുകളെയും അതിനെതിരെ അവർ നടത്തുന്ന പോരാട്ടങ്ങളെയും കുറിച്ചുള്ള വരികളാണ് വേടന്റെ റാപ്പുകളെ ജനപ്രിയമാക്കിയത്. തൃശൂർ സ്വദേശിയായ നവമീലതയും വേടനും ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു. വേടന്റെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട മോണലോവ എന്ന ഗാനം നവമിയെക്കുറിച്ചുള്ളതാണെന്ന് അദ്ദേഹം നേരത്തെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. തൃശൂരിൽ വെച്ച് ഏറ്റവും ലളിതമായ ചടങ്ങുകളോടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനാണ് ഇരുവരും തീരുമാനിച്ചിരിക്കുന്നത്. വേടനെ പൊക്കിയെടുത്ത് CPM എന്തായാലും തലയിൽ വെക്കുന്നുണ്ട്. അത് കുറച്ച് വോട്ട് ആ വഴിക്ക് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മറ്റൊരു കാര്യം, ഇവിടെ CPM എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ദളിതരെ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക, അതിനുവേണ്ടി ഈ സർക്കാർ പോരാടുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഇതേ വേടൻ ഒരു ചാനലിൽ വന്നിരുന്ന് പറഞ്ഞ വലിയൊരു അരാഷ്ട്രീയതയുണ്ട്. ദളിതന്റെ DNA-യിൽ പഠിക്കാനുള്ള കഴിവില്ല എന്ന്. അത്തരത്തിൽ ഏറ്റവും ഹീനമായ ഒരു പ്രസ്താവന നടത്തിയ ഈ പറയുന്ന വേടനെയൊക്കെയാണ് പാർട്ടി ഉയർത്തി കാണിക്കുന്നത്. അത് എന്ത് ലോജിക്കാണ്? ഈ പറയുന്ന MV ഗോവിന്ദൻ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വരും തലമുറയ്ക്ക് ഒരു വലിയ പ്രചോദനമാണ് വേടൻ എന്നാണ്. കഞ്ചാവ് കേസിലും ലൈംഗിക അതിക്രമ കേസിലും അതുപോലെ തന്നെ വാ തുറന്നാൽ വിവരക്കേടും പറയുന്ന വേടനാണ് യുവതലമുറയ്ക്ക് മാതൃകയെന്ന്. ഈ വേടൻ വിവരക്കേട് പറഞ്ഞു എന്ന് പറഞ്ഞത്, അതായത് ആ ചാനലിൽ വന്നിരുന്ന് ദളിതന്റെ DNA-യിൽ പഠിക്കാനുള്ള കഴിവില്ല എന്ന് വേടൻ പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇവിടെ ഒരു KR നാരായണൻ ഉള്ളതൊക്കെ വേടൻ അറിയില്ലായിരിക്കും. വേടന് പഠിക്കാനുള്ള കഴിവുണ്ടാകില്ലായിരിക്കും, അത് ശരിയാണ്. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് പറയരുത്. ഈ പറയുന്ന താഴെ തട്ടിൽ ഇത്തരത്തിൽ
SC/ST വിഭാഗത്തിൽ നിന്നൊക്കെ ദളിതരായ മനുഷ്യർ കഷ്ടപ്പെട്ട് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുകയും കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുകയും ഉന്നത പദവികളിൽ എത്തിയിട്ടുള്ള എത്രയോ മനുഷ്യന്മാർ ഈ കേരളത്തിലുണ്ട്. അതൊക്കെ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ വേടനെ കാണാവുന്നതേ ഉള്ളൂ. എന്തായാലും ആ വേടൻ്റെ ഒരു കല്യാണമാണ് CPM ആഘോഷിക്കാൻ പോകുന്നത്, കൊണ്ടാടാൻ പോകുന്നത്. നല്ല നമസ്കാരം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.